ആദ്യത്തെ വീടിന് ഞങ്ങൾ 25,000 രൂപ കടം വാങ്ങിയാണ് ആദ്യത്തെ വീട് ഞങ്ങളുടെ വിദ്യാലയത്തിലെ ഒരു കുട്ടിക്ക് സഹപാഠിക്ക് ഒരു ഭവനം എന്ന് പറഞ്ഞ് തുടങ്ങി. ചരലിൻ്റെ വില മുതൽ ടൈല് വിരിക്കുന്നതിൻ്റെ വില കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന അതിലൊരു എക്സ്പേർട്ടായി ഇപ്പോൾ സിസ്റ്റർ മാറിയിരിക്കുകയാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന വീടുകളെല്ലാം തന്നെ വിധവകളായിട്ടുള്ളവർ, പെൺമക്കൾ മാത്രമുള്ളവർ, വീട്ടിൽ ഇതുപോലെ ശാരീരികമായ വൈകല്യങ്ങൾ, അസുഖങ്ങൾ, ഭിന്നശേഷിക്കാർക്ക് വീടുകൾ വെച്ച് കൊടുക്കുന്ന ഒരു പ്രോജക്റ്റിൽ ചേർന്ന് സഹകരിച്ച് പങ്കാളികളാകുവാനും അതേപോലെ അവിടെ പോയി അത് നേരിട്ട് കണ്ടറിയുവാനും സാധിച്ചു എന്നുള്ളത്. എൻ്റെ അവസാന ശ്വാസം വരെയും അപരന് വേണ്ടിയിട്ട് ഐ വാക്ക് ഇൻ ദ നെയിം ഓഫ് ഹിം. സാധുക്കളായ 200ഓളം പേർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകിയ സിസ്റ്റർ ലിസി ചക്കാലയ്ക്കൽ സ്കൂൾ അധ്യാപിക സ്ഥാനത്ത് നിന്നും വിരമിക്കുകയാണ് ഈ മാർച്ച് 31. 12 വർഷം മുമ്പാണ് സിസ്റ്റർ ലിസി ആദ്യത്തെ വീട് നിർമ്മിക്കുന്നത്. വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങി എല്ലാവരുടെയും സഹായത്തോടെയായിരുന്നു ആ വീടിൻ്റെ നിർമ്മാണം നടത്തിയത്. നിരവധി പേരുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുന്നത് കണ്ടപ്പോൾ ഇതാണ് തൻ്റെ നിയോഗമെന്ന് സിസ്റ്റർ തിരിച്ചറിയുകയായിരുന്നു. ഭവനരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തോടു കൂടി സുമനസ്സുകളുടെ സഹകരണത്തോടെ ഈ വിദ്യാലയത്തിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ ഭവനരഹിതർക്ക് വേണ്ടി നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് ഹൗസ് ചാലഞ്ച്. അപ്പോൾ ഹൗസ് ചാലഞ്ചിൽ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പലരും എന്നോട് ചോദിക്കും, ഈസ് ഇറ്റ് പോസിബിൾ ടു മേക്ക് അവർ സൊസൈറ്റി ഹോംലെസ് ഫ്രീ എന്ന് ചോദിക്കും. അതായത് ഭവനരഹിതരില്ലാത്തൊരു കേരളം അത് സത്യമാവും, അത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. ഞാൻ ഈ അവസ്ഥയിൽ നിന്നിട്ട് പറയുകയാണ് അത് സാധ്യമാണ്. അതെങ്ങനെയാണ്? ബൈ പ്രൊമോട്ടിങ് എ കൾച്ചർ ഓഫ് ഷെയറിങ്, പങ്കാളിത്തത്തോടെ, കൂട്ടായ്മയിലൂടെ, ഉള്ളവനില്ലാത്തവരുമായിട്ട് പങ്കുവയ്ക്കലിലൂടെ നമുക്കത് സാധ്യമാകും. അപ്പോൾ ഇന്ന് ഹൗസ് ചാലഞ്ച് സമൂഹം ഏറ്റെടുത്തു കഴിഞ്ഞു. ഹൗസ് ചാലഞ്ച് പദ്ധതിയിലൂടെ ഞങ്ങളിപ്പോൾ 200 വീടുകളോളം പൂർത്തിയാക്കി. അതുപോലെ ഇതെല്ലാം സംഭവിക്കുന്നത് ഭവനരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ ഹൗസ് ചാലഞ്ചുമായിട്ട് ഇത്രയും ദൂരെ പോകാൻ സാധിച്ചത് ഈ സമൂഹത്തിലെ നാനാ തുറകളിൽ നിന്നുള്ള സുമനസ്സുകൾ കാരണമാണ്. അതായത് സുമനസ്സുകൾ എന്ന് പറയുമ്പോൾ ഇതിൽ കൂലിപ്പണിക്കാർ മുതൽ വലിയ വ്യവസായികൾ വരെ ഇതിൽ പങ്കാളികളാണ്. അതുപോലെ ഞങ്ങൾ ഇത് ആരംഭിച്ചത് നമ്മുടെ വിദ്യാലയത്തിൽ നിന്നുമാണ്. നമ്മുടെ വിദ്യാർത്ഥിനികൾ, അധ്യാപകർ, പൂർവ്വ അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥിനികൾ എല്ലാവരും ഇതിൽ പങ്കാളികളാണ്. ഉള്ളവനുള്ളതില്ലാത്തവരുമായിട്ട് പങ്കുവയ്ക്കുമെന്ന ആദിമ ക്രൈസ്തവ കൂട്ടായ്മയുടെ ആ ഒരു പ്രിൻസിപ്പിളാണ് ഞങ്ങൾ ഈ പ്രവർത്തന ശൈലിയിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഒരു ദിവസത്തെ വേതനം അല്ലെങ്കിൽ ഒരു ദിവസത്തെ സേവനം, ആ ശൈലിയിലൂടെയാണ് ഈ വിപ്ലവകരമായിട്ടുള്ള ഹൗസ് ചാലഞ്ചിൻ്റെ യാത്ര ഞങ്ങൾ ആരംഭിച്ചത്. അത് ഇന്ന് വരെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. സഹാധ്യാപികയായ ലില്ലി പോളും സിസ്റ്ററോടൊപ്പം ചേർന്നതോടെ അത് വിജയത്തിൻ്റെ കൂട്ടുകെട്ടായി മാറി. ഒരു വീട് പണിയുക എന്നത് തന്നെ എടുക്കാനാവാത്ത ഭാരമായ കാലത്ത് 1 വർഷം കുറഞ്ഞത് 17 വീട് വരെ സിസ്റ്ററുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു. പണിതതെല്ലാം മനോഹരമായ വീടുകളായിരുന്നു. 5 ലക്ഷം മുതൽ 7 ലക്ഷം രൂപ വരെയായിരുന്നു ചിലവ്. സിസ്റ്ററിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് സിസ്റ്റർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്യുന്ന ഒരു അധ്യാപികയാണ്. സിസ്റ്ററിനോടൊപ്പം നടന്ന സമയത്തൊക്കെ പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് സിസ്റ്ററിൻ്റെ ആശയങ്ങളാണ്. ഈ ഭവന നിർമ്മാണ പ്രവർത്തനങ്ങളോടൊപ്പം ഭൂദാനം മഹാദാനം എന്ന് പറയുന്ന മറ്റൊരു പദ്ധതിക്ക് കൂടി സിസ്റ്റർ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മുടെ കൊച്ചിയെപ്പോലുള്ള നഗരങ്ങളിൽ ഒരു തുണ്ട് ഭൂമിയുടെ വില നമുക്കറിയാം. അതുപോലും ഇല്ലാത്തതിൻ്റെ പേരിൽ വാടക വീടുകൾ തോറും അഭയാർത്ഥികളെ പോലെ അലയുന്ന അവരുടെ കണ്ണുനീരാണ് സിസ്റ്റർക്ക് ഇങ്ങനെ ഒരു ആശയം സിസ്റ്ററിൻ്റെ മനസ്സിൽ ഉദിപ്പിച്ചത്. നമുക്ക് ഇന്ന് ഏതാണ്ട് ആദ്യമൊക്കെ ചെറിയ ചെറിയ സ്ഥലങ്ങളെ നമുക്ക് കിട്ടിയുള്ളൂ. അതിനുശേഷം ഏറ്റവും ആദ്യം വലിയൊരു സ്ഥലം കിട്ടിയത് വൈപ്പിനിലാണ്. 72 സെൻറ്റ് സ്ഥലം. അവിടെ 16 ഭവനങ്ങൾ, മനോഹരമായ ഭവനങ്ങൾ നിർമ്മിച്ച് കഴിഞ്ഞു. അതിനുശേഷം ആരക്കുന്നത്ത്, പിറവത്തിനടുത്ത് ആരക്കുന്നത്ത് വടവുകോട് 20 സെൻറ്റ് സ്ഥലം കിട്ടി. അവിടെയും ഭംഗിയുള്ള 7 വീട് പണിതു. നമുക്ക് ഏറ്റവും ആദ്യം 1 ഏക്കർ സ്ഥലം തന്നത് ഒരു സാധാരണ ദമ്പതികൾ, അൽഫോൻസ സേവിയർ എന്ന് പറഞ്ഞ സാധാരണ ദമ്പതികൾ 1 ഏക്കർ സ്ഥലം പെരുമ്പാവൂർ പട്ടിമറ്റത്തിനടുത്ത് നമുക്ക് തന്നു. നമ്മുടെ കേരളം മലയാളികൾ മുഴുവൻ അറിയപ്പെടുന്ന കാർഡിയാക്ക് വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തെയാണ് നമ്മളതിൻ്റെ പേട്രനായിട്ട് വെച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞൊരു മാസം ഒരു ദിവസം ഞങ്ങൾ അവിടെ ചെന്നു. ഏതാണ്ട് 15 വീടുകൾക്ക് കല്ലിട്ടു. ഇവിടെ എല്ലാം
ഈ ആളുകൾ അവിടെ ആ ഭവനങ്ങൾ കൊടുത്തിരിക്കുന്നത് ഭിന്നശേഷിയുള്ള പെൺമക്കളുള്ളവരുടെ കുടുംബങ്ങൾക്കാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന വീടുകളെല്ലാം തന്നെ വിധവകളായിട്ടുള്ളവർ, പെൺമക്കൾ മാത്രമുള്ളവർ, വീട്ടിൽ ഇതുപോലെ ശാരീരികമായ വൈകല്യങ്ങൾ, അസുഖങ്ങളൊക്കെ ഉള്ളവർ, സമൂഹത്തിൽ പിന്നോക്കം അവസ്ഥയിലേക്ക് പോയിക്കുന്നവർ, അവർക്ക് ആത്മവിശ്വാസം നൽകി അവരെ മുന്നിലേക്ക് കൊണ്ടുവരിക, സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക. ഇതാണ് സിസ്റ്ററിൻ്റെ ഭവന നിർമ്മാണ പ്രവർത്തനങ്ങളോടൊപ്പം സിസ്റ്ററിൻ്റെ മനസ്സിലെ വലിയൊരു ആശയവും. എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സാർത്ഥകമായ ഒരു ജീവിതമാണ് സിസ്റ്റർ ലിസി ചക്കാലക്കലിൻ്റേത്. സന്യാസത്തിൻ്റെ ആ ഒരു സമർപ്പണ ബോധത്തെ അധ്യാപനം എന്ന വിശുദ്ധ കർമ്മത്തിന് ഏറ്റവും അനുയോജ്യമായ ഇടമാക്കി മാറ്റിയ വ്യക്തിയാണ്. സമൂഹ സൗഹൃദ വിദ്യാലയം എന്ന ആ ഒരു മനോഹരമായ ദർശനത്തിലൂടെ നൂറുകണക്കിന് ആളുകൾക്ക് വീടും ഇടവും ആത്മവിശ്വാസവും സമൂഹത്തിൽ ആദരവ് നൽകിയ ആളാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെട്ടിട്ടുള്ള സന്യാസ സമർപ്പണ ജീവിതത്തിൻ്റെ ഒരു മാതൃകയാണ് സിസ്റ്റർ ലിസി ചക്കാലക്കൽ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം റിട്ടയർമെൻറ്റ് ഇല്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രേക്ഷിത എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു സമർപ്പിത എന്നുള്ള നിലയിൽ ഞങ്ങളുടെ അവസാന ശ്വാസം വരെയും ഞങ്ങൾ ദൈവത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അപരന് വേണ്ടിയിട്ട് ഞങ്ങളുടെ മിഷന് വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ടതാണ്. അതുകൊണ്ട് ഒരു മിഷണറിയെ സംബന്ധിച്ചിടത്തോളം റിട്ടയർമെൻറ്റ് ഇല്ല. പക്ഷേ ഔദ്യോഗികതയുടെ പേരിൽ ഇതൊരു സർക്കാർ എയ്ഡഡ് വിദ്യാലയമായതുകൊണ്ട് ആ ഒരു ഒഫീഷ്യൽ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇത്രയും അധികം സമൂഹത്തിൽ നിന്നും ഇത്രയും അധികം ശ്രദ്ധയും അതുപോലെ തന്നെ ഒരുപാട് ആദരവും ഏറ്റുവാങ്ങാനായിട്ട് എനിക്ക് ഈ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചപ്പോൾ ഒരു സമർപ്പിത എന്നുള്ള പേരിൽ ലഭിച്ചു. 2ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നുള്ള സമയത്തിട്ട് ഷീറ്റിലാണ് നമ്മൾ എല്ലാവരും കൂടെ കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതികഠിനമായ മഴയത്ത്, അത്രയും കൊരിച്ചൊരു മഴയത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ പെട്ടുപോയപ്പോൾ സാമ്പത്തികമായിട്ട് നമ്മൾ ശാരീരികമായിട്ട് എല്ലാം കൂടെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇതുപോലെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കൂട്ടുകാരത്തി വഴിയാണ് സിസ്റ്ററിനായിട്ട് സമീപിച്ച് സിസ്റ്റർ ഇവിടെ വന്ന് കണ്ട് ഇത്രയും വലിയൊരു ഭവനം ഞങ്ങൾക്ക് ഒരുക്കി തരുവാനും ഒറ്റ പൈസ പോലും വാങ്ങിക്കാതെ ഇത്രയും മനോരമ ഒരു ഭവനം, 2 നിലയുടെ ഭവനം ഞങ്ങൾക്ക് സിസ്റ്റർ പൂർത്തീകരിച്ചതും. അതുപോലെ എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ രോഗമായിരുന്നു. എല്ലാവിധ സപ്പോർട്ടും ഇതും ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് തന്നത് സിസ്റ്ററാണ്. ആദ്യത്തെ വീടിന് ഞങ്ങൾ 25,000 രൂപ കടം വാങ്ങിയാണ് ആദ്യത്തെ വീട് ഞങ്ങളുടെ വിദ്യാലയത്തിലെ ഒരു കുട്ടിക്ക് സഹപാഠിക്ക് ഒരു ഭവനം എന്ന് പറഞ്ഞ് തുടങ്ങിയത്. പിന്നെ അതിന് ശേഷം അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഒന്ന് കഴിഞ്ഞ് ഇന്ന് വരെ ആ കരുണയുടെ ഒരു ഫ്ലോ ഉണ്ടല്ലോ, ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്ന. അപ്പോൾ നമ്മൾ ദൈവം കരുണയുടെ ഉപകരണമാക്കി കഴിയുമ്പോൾ ആ ഫ്ലോ ആയിട്ട് പോകുമ്പോൾ ഒരുപാട് പേര്, നന്മ നിറഞ്ഞ ഒരുപാട് സുമനസ്സുകൾ നമ്മളോട് കൂടെ വന്ന് ചേരുന്നു. ഒരുപാട് പേര് ഇതിൽ പങ്കാളികളാണ്. ഈ ഇപ്പോൾ 200ാമത്തെ വീട് പൂർത്തിയാക്കുമ്പോൾ എനിക്ക് നന്ദിയല്ലാതെ മറ്റൊന്നും പറയാനില്ല. കാരണം അറിഞ്ഞുകൊണ്ട് എല്ലാ നാനാ ഇതിലുള്ള തുറകളിലുള്ള ജനപ്രതിനിധികൾ തുടങ്ങി സർക്കാരിൻ്റെ സഹായം ചില വീടുകൾക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം സമൂഹത്തിലുള്ള എല്ലാ വിഭവങ്ങളെയും റിസോഴ്സും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ 200ാമത്തെ വീട് ഞങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇത് ഇന്ന് ജനം ഏറ്റെടുത്തു കഴിഞ്ഞു. എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തി എല്ലാ മതവിഭാഗത്തിലെയും ആളുകൾക്ക് അത് പ്രയോജനകരമായി മാറണമെന്ന സിസ്റ്റർ ഒരു കാഴ്ചപ്പാടാണ്. ഡിസർവിങ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചിലപ്പോൾ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന പ്രായമുള്ള വിവാഹപ്രായമായിട്ടുള്ള പെൺകുട്ടികൾ മാത്രമുള്ള ഒരു പുരുഷൻ്റെ തുണയില്ലാത്ത കുടുംബങ്ങൾക്ക് ഏറെ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട്, രോഗികളായിട്ടുള്ള അശരണരായിട്ടുള്ള ആളുകൾക്ക് ഒരു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിട്ടാണ് സിസ്റ്ററുടെ പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ലോ കോസ്റ്റ് ഹൗസിംഗ് എങ്ങനെ നടത്താൻ സാധിക്കും? ഇപ്പോൾ ചരലിൻ്റെ വില മുതൽ ടൈല് വിരിക്കുന്നതിൻ്റെ വില കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന അതിലൊരു എക്സ്പേർട്ടായി ഇപ്പോൾ സിസ്റ്റർ മാറിയിരിക്കുകയാണ്. പണമുള്ളവർ പണം തന്ന് സഹായിക്കുന്നു, പണികൾ അറിയാവുന്നവർ പണികൾ ചെയ്തു തന്ന് സഹായിക്കുന്നു, ജനപ്രതിനിധികളെ പോലെ ഉള്ളവർ തങ്ങളുടെ ഇടപെടലിലൂടെ സഹായിക്കുന്നു. പിന്നെ ഞങ്ങളുടെ കുട്ടികളുടെ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഞങ്ങൾക്കൊരു ചാരിറ്റി ബോക്സ് പാസ് ചെയ്യുമ്പോൾ ഒരു കുട്ടി 1 രൂപയെങ്കിലും
അതിൽ നിക്ഷേപിക്കണമെന്നുള്ളതാണ്. പിന്നെ ഇവിടുന്ന് പഠിച്ചു പോയ പൂർവ്വ വിദ്യാർത്ഥിനികൾ അവർക്കൊക്കെ ജോലി കിട്ടുമ്പോൾ അവർ ആദ്യത്തെ ശമ്പളം ഈ ഭവന നിർമ്മാണത്തിനായി അവർ സിസ്റ്ററിനെ കൊണ്ടുവന്ന് ഏൽപ്പിക്കും. അങ്ങനെ ഒരു സംസ്കാരം നമ്മൾ വളർത്തിയെടുത്തിരിക്കുകയാണ്. അതുപോലെ ഇവിടുത്തെ പൂർവ്വ അധ്യാപകർ അവരുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ വരുമ്പോൾ അതിലൊരു ഷെയർ ഈ ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി സിസ്റ്ററിനെ ഏൽപ്പിക്കും. ഭവനങ്ങൾ നിർമ്മിക്കുന്നതിനോടൊപ്പം പങ്കുവയ്ക്കലിൻ്റെ വലിയൊരു സംസ്കാരം നമ്മൾ കുട്ടികളെ, മറ്റുള്ളവരെ, സമൂഹത്തെയൊക്കെ പഠിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഭവനരഹിതരായിട്ട് ആരും ഉണ്ടാവില്ല. ഫ്രണ്ട് ഓഫ് ഫ്രണ്ട്ലെസ്, അതായത് കൂട്ടുകാരില്ലാത്തവർക്ക് കൂട്ടുകാരാവുക. അതായത് ഇതിനകത്ത് ഈ പദ്ധതിയിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉൾപ്പെടുന്നത് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഓരോരോ ആഘോഷവേളകളിലും മറ്റും അവർക്ക് ആവശ്യമായ വസ്തുക്കൾ എത്തിച്ചു കൊടുക്കുന്നതിലും അതേപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് വീടുകൾ വെച്ച് കൊടുക്കുന്നതിലും സിസ്റ്റർ അതീവ താല്പര്യമാണ്. ഞാനും കുടുംബവും സിസ്റ്ററിനോടൊപ്പം ഭിന്നശേഷിക്കാർക്ക് വീടുകൾ വെച്ച് കൊടുക്കുന്ന ഒരു പ്രോജക്റ്റിൽ ചേർന്ന് സഹകരിച്ച് പങ്കാളികളാകുവാനും അതേപോലെ അവിടെ പോയി അത് നേരിട്ട് കണ്ടറിയുവാനും സാധിച്ചു എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ്. ഞങ്ങൾക്ക് ഈ ഹൗസ് ചാലഞ്ച് എന്ന് പറയുന്നത് വീട് നിർമ്മിക്കുക എന്നുള്ളതല്ല, പക്ഷേ ഭവന നിർമ്മാണം ലഘൂകരിച്ചുകൊണ്ട്, നിസ്സാരവൽക്കരിച്ചുകൊണ്ട് എങ്ങനെ ഇതുപോലെ ചെയ്യാൻ സാധിക്കുമെന്നൊരു നല്ല പാഠം പഠിപ്പിച്ചുകൊണ്ടാണ് ഈ വിദ്യാലയത്തിൽ ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ നടത്തിയത്. അപ്പോൾ സമൂഹ സൗഹൃദ വിദ്യാലയം ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയായിട്ട് വന്നിരിക്കുകയാണ്. മറ്റൊന്നുകൊണ്ടുമല്ല, ഈ ക്രിയാത്മകമായിട്ടുള്ള സമൂഹത്തെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഈ പ്രവർത്തനങ്ങളാൽ. അപ്പോൾ ഇന്ന് ഇത് എവിടെ നോക്കിയാലും, ഇന്ന് പത്രമൊക്കെ എടുത്ത് നോക്കി കാണാം, അറ്റ്ലീസ്റ്റ് ഒരു വീടെങ്കിലും കൈമാറുന്ന ഫോട്ടോസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനൊക്കെ ഒരു നേതൃത്വം കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അവർ ലേഡീസിൻ്റെ ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യം. നമുക്കുള്ളതിൽ ഒരു പങ്ക് അപരന് കൂടി പങ്കുവയ്ക്കുന്ന വലിയൊരു ശൈലിയിലേക്ക് നമ്മൾ നീങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ ഭവനമുണ്ടാവും. ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തെ ഞാൻ കാണുന്നത് ഒരു ജീവിക്കുന്ന, ഒഴുകുന്ന അരുവിയായിട്ടാണ്. അപ്പോൾ കരുണയുടെ ഒരു ഒഴുകുന്ന അരുവിയായിട്ട് പോണ വഴിയിലെല്ലാം പ്രത്യാശ പകർന്ന്, പ്രതീക്ഷ പകർന്ന്, പച്ചപ്പ് പകർന്ന്, ജീവനേകി മാറ്റങ്ങൾ, അതായത് ഒരിക്കലും ഒരു അസ്വസ്ഥതയും കാണാൻ പാടില്ല. നമ്മൾ പോണ വഴി ഒരു നദി പോകുന്നിടത്ത് പച്ചപ്പുണ്ടാവും, അതുപോലെ ഒരു സമർപ്പിത കടന്നു പോകുന്ന വഴിയിൽ എന്താണോ കാണുന്നത് അവിടെ എല്ലാം പച്ചപ്പായി ഒരു പ്രകാശവാഹിനിയായിട്ട് കടന്നു പോകണമെന്നാണ്. അതെനിക്കൊരു പരിധി വരെയും ഈ ജീവിതത്തിൽ സാധിച്ചു. ഇനിയും അങ്ങോട്ടൊരു പ്രകാശവാഹിനിയായിട്ട് ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം.